ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന ജീവിതത്തിൽ അനേക കാര്യങ്ങൾ കേൾക്കുന്നവരാണ് നമ്മൾ. ഭയപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതുമായ ചിന്തകൾ നാം പോലും അറിയാതെ നമ്മെ അടിമത്തത്തിലേക്ക് നയിക്കാറുണ്ട്. മുൻവിധികൾ, സംശയങ്ങൾ, ആകുലതകൾ ഇതൊക്കെയും നമ്മുടെ യഥാർത്ഥ സന്തോഷത്തെ കെടുത്തിക്കളയുമ്പോൾ ഇസ്രയേലിൻ്റെ രാജാവായിരുന്ന ദാവീദിനും സമാനമായ ഒരു കാര്യമുണ്ടായി. ഒരു നല്ല കാര്യത്തിന് ശേഷം മോശമായ ഒരു വാർത്തയാണ് ദാവീദിനെ തേടിയെത്തിയത്. 2 ശമൂവേൽ 5:17. എന്നാൽ ദാവീദിനെ ഇസ്രയേലിന് രാജാവായി അഭിഷേകം ചെയ്തുവെന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യർ ഒക്കെയും ദാവീദിനെ പിടിപ്പാൻ വന്നു. ദാവീദ് അത് കേട്ടിട്ട് ദുർഗത്തിൽ കടന്നു പാർത്തു. കർത്താവിൽ പ്രിയരെ, ദാവീദിനെ ഭീതിപ്പെടുത്തുന്ന ഈ വാർത്ത കേട്ടപ്പോൾ ദാവീദ് നേരെ പോയത് കോട്ടയിലേക്കാണ്. അതായത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ദാവീദ് ദുർഗത്തിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ പാർത്തു. അതിനുശേഷമുള്ള 18-19 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഫെലിസ്ത്യർ വന്ന് രഫായിം താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് ആ ദുർഗത്തിലിരുന്ന് കർത്താവിനോട് അനുവാദം ചോദിച്ചു, കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ ഈ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പുറപ്പെടുക. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനേക വാർത്തകളും പ്രതിസന്ധികളുമൊക്കെ കേൾക്കുമ്പോൾ നാം ആദ്യമേ ചെയ്യേണ്ട കാര്യം നമ്മുടെ കോട്ടയും ആശ്രയവുമായ ദൈവത്തിലേക്ക് കടന്ന് നമ്മെ താഴ്ത്തി സമർപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ദൈവത്തോട് നമ്മൾ അനുവാദം ചോദിക്കുക, കർത്താവ് പറയുന്നത് കേട്ട് പ്രവർത്തിക്കുക. ദൈവം നമുക്കായിട്ട് ഒരു വഴിയും വാതിലും തുറന്നു തന്ന് നമ്മളുടെ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് വിടുതൽ തരും. ഇവിടെ 2 ശമൂവേൽ 5:20 വാക്യത്തിൽ ദാവീദിൻ്റെ സാക്ഷ്യം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. വെള്ളച്ചാട്ടം പോലെ യഹോവ എൻ്റെ മുമ്പിൽ നിന്നും എൻ്റെ ശത്രുക്കളെ തകർത്തു കളഞ്ഞു എന്ന് പറഞ്ഞു. ഈ വചനത്താൽ നമുക്ക് ദൈവം തരുന്ന ഏറ്റവും നല്ല ഉപദേശമാണ്, ആശ്രയമായിരിക്കുന്ന ദൈവത്തെങ്കിലേക്ക് ഏത് സമയത്തും നമുക്കും കയറി ചെല്ലാം. അങ്ങനെ നമ്മുടെ ജീവിതവും സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരിക്കട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.